ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലേസർ ഹെയർ റിമൂവലിലെ വരുന്ന രണ്ട് സംശയങ്ങളെ കുറിച്ചാണ്. പല ആളുകളും ചോദിക്കുന്ന സംശയങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സംശയം, ലേസർ ഹെയർ റിമൂവൽ ചെയ്താൽ എസ്പെഷ്യലി ഹോൾ ബോഡിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ സ്വെറ്റ് കുറയുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വെറ്റ്, വിയർപ്പ് അത് ഓവർ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഇറിറ്റേറ്റിംഗ് ആണ്. അതേസമയം ഈ സ്വെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടി ബോഡിയുടെ ഒരു എക്സ്ക്രീറ്ററി മെക്കാനിസം ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ലേസർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വെറ്റ് പോവുക എന്ന് എന്താ സത്യമാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള സയൻസ്? ലേസർ ഹെയർ റിമൂവൽ ചെയ്യുമ്പോൾ ഈ ലേസർ ബീംസിനെ അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ രോമത്തിന്റെ അടിയിലുള്ള ഫോളിക്കിളിലെ മെലാനിൻ പിഗ്മെന്റുകളാണ്. ആ പിഗ്മെന്റുകൾ ഈ എനർജിയെ അബ്സോർബ് ചെയ്തിട്ടാണ് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഈ ഹെയർ ഫോളിക്കിളുകൾ അത് ഡിസ്ട്രോയ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതിന്റെ ടാർഗറ്റ് എന്തല്ല, മറ്റുള്ള സ്കിന്നിലുള്ള സംഗതികളൊന്നും ഇതിന്റെ ടാർഗറ്റ് അല്ല. അപ്പോൾ ഈ സ്വെറ്റ് ഉണ്ടാക്കുന്ന ഗ്രന്ഥികളും ഇതിന്റെ ടാർഗറ്റ് അല്ല. സ്വെറ്റ് ഉണ്ടാക്കുന്നത് രണ്ട് ഗ്രന്ഥികളാണ്. ഒന്ന് എക്രൈൻ ഗ്ലാൻഡ്, പിന്നെ അപ്പോക്രൈൻ ഗ്ലാൻഡ്. എക്രൈൻ ഗ്ലാൻഡ് ബോഡി മൊത്തമുള്ള ഒരു സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. അതേസമയം അപ്പോക്രൈൻ ഗ്ലാൻഡ് അത് ആക്സില ഗ്രോയിൻ റീജിയനിലൊക്കെ മാത്രം കാണുന്ന ഒരു സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ അപ്പോക്രൈൻ ഗ്ലാൻഡ് എന്ന് വരുന്ന സ്വെറ്റ് സാധാരണ വരുന്ന സ്വെറ്റിനേക്കാളും കുറച്ചുകൂടിയും ഫാറ്റി പോലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ബാക്ടീരിയകൾ തട്ടിയിട്ടാണ് ഇപ്പോൾ ആംപിറ്റിൽ നിന്നൊക്കെ സ്മെല്ലൊക്കെ വരാറുള്ളത്. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള സ്വെറ്റ് ഗ്ലാൻഡുകളാണെങ്കിലും അത് സ്കിന്നിന്റെ കുറച്ച് ഡീപ്പർ ലെവലിലാണുള്ളത്, ഡീപ് ഡെർമിസിന്റെ ലെവലിലൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഈ ലേസർ ബീം അത് ആ ലെവലിലേക്കൊന്നും എത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ആയിട്ട് ആ പ്രശ്നമൊന്നും വരികയില്ല. എന്നാൽ അതേസമയം ചില ആളുകളെങ്കിലും പണ്ട്രാംസ് ഒക്കെ ചെയ്തിട്ട് അവിടെ സ്വെറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അത് പലർക്കും അത് ആശ്വാസകരവുമാണ്. ഓവറായിട്ടുള്ള സ്വെറ്റുള്ള ആളുകൾക്ക് സ്വെറ്റ് കുറയുമ്പോൾ അത് നല്ലതാണല്ലോ. കാരണം സ്വെറ്റ്, അമിതമായിട്ടുള്ള സ്വെറ്റ് ഒഴിവാക്കാൻ മറ്റുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഇപ്പം ലോഷനുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അത്ര എഫക്റ്റീവ് അല്ല. പിന്നെയുള്ള ബോട്ടോക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കോസ്റ്റ്ലിയുമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലെയിം അവർക്ക് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ആംപിറ്റിലൊക്കെ ഉള്ള രോമങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന സ്വെറ്റ് അവിടെ ട്രാപ്ഡ് ആവില്ല. അത് പെട്ടെന്ന് അടിയിലോട്ട് ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ കൂടുതൽ എയറേഷനൊക്കെ വന്നിട്ട് ഒരു നല്ലൊരു സെൻസേഷനാണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഈ സ്വെറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നത്. ഇപ്പൊ നമ്മൾ അതിന്റെ സ്റ്റഡീസ് എടുത്ത് നോക്കുമ്പോൾ അപൂർവം ചില ആളുകൾക്ക് സ്വെറ്റ് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ആംപിറ്റിലൊക്കെ. പക്ഷെ അത് എന്തല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയോ അല്ല, എപ്പോഴെങ്കിലും റെയർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് അമേരിക്കയിലൊക്കെ ചില ക്ലിനിക്കുകളിൽ സ്വെറ്റ് കുറയ്ക്കാനുള്ള ലേസർ എന്ന പേരിൽ ഈ ലേസർ ഹെയർ റിമൂവൽ മെഷീനുകളെ അവതരിപ്പിച്ചപ്പോൾ ഇതിന്റെ റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള USFDA പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് സ്വെറ്റ് കുറയുന്ന ഒരു മെഷീൻ അല്ല എന്നുള്ള റെഗുലേഷനൊക്കെ നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വെറ്റ് കുറയും എന്നുള്ള ഒരു പേടി നമുക്ക് ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയം, ഹെയർ റിമൂവൽ ലേസർ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ബേസിക്കലി പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഹെയർ റിമൂവൽ ലേസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടിക്കോ അല്ലെങ്കിൽ അമ്മക്കോ എന്തെങ്കിലും ഹാം ഉണ്ടാക്കുമെന്നതിന് ഒരു തെളിവും സ്റ്റഡീസിലോ അല്ലെങ്കിൽ അനുഭവത്തിലോ ഇല്ലെങ്കിൽ പോലും അമേരിക്കൻ ഗൈനക്കോളജി അസോസിയേഷൻ ഒക്കെ അവരുടെ ഗൈഡ് ലൈൻ പറയുന്നത് ഈ പ്രഗ്നൻസി ടൈമിൽ ഹെയർ റിമൂവൽ മാറ്റി നിർത്താനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചില ആളുകൾക്ക് ഈ ബേൺസ് ഉണ്ടാകും ഈ ലേസർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് പ്രഗ്നൻസി ടൈമിൽ ബേൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ ടൈം എടുക്കും. രണ്ടാമത്തെ, പ്രഗ്നൻസി ടൈമിൽ ഒരു ഹോർമോണിന്റെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. സാധാരണ പ്രീ പ്രഗ്നൻസി ടൈമിലുള്ള ഹോർമോൺ അല്ല പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഇതുപോലെ തന്നെ സ്കിൻ റിയാക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ തിയററ്റിക്കലി എന്തൊക്കെ റേഡിയേഷൻ ഒരു ചാൻസ് ഒക്കെ തിയററ്റിക്കലി ഉണ്ട്, പ്രാക്ടിക്കലി നമ്മുടെ ഒരു തെളിവും ഇല്ലെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് സേഫ് ആണെന്ന് പറയണമെങ്കിൽ ഒരു ലാർജ് സ്കെയിലായിട്ട് കുറെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളിൽ ഈ സ്റ്റഡി ഒരു ലേസർ ചെയ്ത് നോക്കിയിട്ട് ഒരു സ്റ്റഡി നടത്തി കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കണമല്ലോ. അപ്പൊ അതിനൊരു ചെറിയ പ്രയാസം പ്രാക്ടിക്കലി ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്റ്റഡിയുടെ കുറവുള്ളത് കൊണ്ട് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് എല്ലാവരും പറയുന്നത്
പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ലേസർ ചെയ്യേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോഴാണ് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം 3 to 6 months കഴിഞ്ഞിട്ട് പറ്റുമെന്ന് പറയുന്നവരുണ്ട്. ഇനി അതല്ല ഫീഡിങ് ചെയ്യുന്ന ലേഡീസ് ആണെങ്കിൽ അവരുടെ ഹോർമോൺ ലെവൽ കംപ്ലീറ്റ് ആയിട്ട് പ്രീ പ്രഗ്നന്റ് ലെവലിലേക്ക് എത്തണമെങ്കിൽ ഫീഡിങ് കംപ്ലീറ്റ് നിർത്തിയാൽ മാത്രമേ അത് പഴയ ലെവലിലേക്ക് എത്തും എന്ന് പറയുന്ന ആളുകളുമുണ്ട്, സ്റ്റഡീസുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും അത് നമ്മുടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള, ഇപ്പം ഗൾഫിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ പിന്നെ മുമ്പ് സെഷൻ ചെയ്തിട്ട് ഇനി അടുത്ത സെഷൻ്റെ റിയലി അതിന് ടൈം ആയിട്ടുണ്ട് എന്നുള്ളവർക്കൊക്കെ അത് അവരുടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ലേസർ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം 3-4 സെഷൻ കഴിഞ്ഞ് ആ ഒരു ജേർണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബ്ലോക്ക്, അത് 10 months അല്ലെങ്കിൽ 1.5 years ഒക്കെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ അത് അവർക്കൊരു പ്രശ്നമാണ്. അപ്പോൾ അവർ ആ സമയത്ത് ഈ വാക്സിങ്ങോ പ്ലക്കിങ്ങോ അല്ലെങ്കിൽ എപ്പിലേഷനോ അല്ലെങ്കിൽ ഷേവിങ്ങോ അങ്ങനെയുള്ള മറ്റുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രാക്ടിക്കലി ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക, അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഓൾ.